ഹലോ. അപ്പോൾ നമുക്ക് രാവിലത്തെ കല്യാണ വിശേഷം കണ്ടാൽ എത്ര രാത്രിയായാലും അന്നെന്നുള്ള വീഡിയോ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഇട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കും, പിന്നീട് അതൊരു മടിയായിരിക്കും. കഷ്ടപ്പെട്ട് എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രിയായാലും ഇടാമെന്ന് വിചാരിച്ചത്. രാവിലെ കണ്ണ് കാണിക്കാൻ അങ്ങനെ കുറച്ച് സമയം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം സാരി ഉടുക്കാൻ വേണ്ടി നിന്നപ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ സാരി ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ചേട്ടത്തെയാണ് ഇത് ഉടുത്ത് തന്നത്. പുള്ളിക്കാരി ഇന്നലെ ഇത് പിന്നൊക്കെ പിടിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഒരു എളുപ്പം ഉണ്ടായിരുന്നു. ഇത് എൻ്റെ കല്യാണ സാരിയാണ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. 7.5 വർഷം കൊണ്ട് ഇത് അലമാരയിൽ ഇങ്ങനെ പൂപ്പിടിച്ചിരിക്കുന്നതല്ല സാധനം ഞാൻ പുറത്തെടുത്തിട്ടില്ലായിരുന്നു. മിക്കവരെയും കല്യാണ സാരി അങ്ങനെ തന്നെ ആയിരിക്കും, അവിടെ ആയിരിപ്പായിരിക്കും. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പെട്ടെന്ന് ഒരുങ്ങി പറയും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഞങ്ങൾ താമസിച്ചു എന്ന് കരുതിയായിരുന്നു ഇത്രയും ബഹളം എല്ലാം കാണിച്ചത്. പക്ഷെ ഞങ്ങൾ എത്തിയതായിരുന്നു കറക്റ്റ് ടൈം. അപ്പോഴത്തേക്കും ചെറുക്കൻ്റെ അവിടെ നാളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഓരോ പോയി. അവിടെ കുറച്ച് ദഫ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇക്ക കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. റിത ഭയങ്കര കരച്ചിൽ. ഇക്ക കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ഇക്കായി ഞങ്ങൾ കഴിക്കുന്നതോടെ പെട്ടുപോയി. പുള്ളി അവിടെ പോസ്റ്റ് ആയിട്ടൊക്കെ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് വരുന്നവരെ. റിതാന് വയ്യാത്തതുകൊണ്ട് തന്നെ വലുതായിട്ട് കഴിച്ചില്ല, കുറച്ചേ കഴിച്ചോളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ വന്നിട്ട് വീടെത്തി. അതിന് മുമ്പ് ഇക്കയുടെ ചേട്ടൻ്റെ അവിടെ പണി ചെയ്യണടുത്തൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീടെത്തി. വന്ന പാടെ എല്ലാം വലിച്ചൂരി ദൂരം തലയിലൊക്കെ വെച്ചിരുന്നത്. രാവിലെ വെക്കുമ്പോൾ എന്താ ആവേശം. പൂവൊക്കെ ആണെങ്കിൽ പൈസയൊന്നും നോക്കൂല, 150-200 കൊടുത്താണ് വാങ്ങണത്. വെച്ചോട്ട് പോയി 10 മിനിറ്റ് തിരിച്ച് വന്ന ഉടനെ ഒരു ദൂരം എറിയുക. അതെല്ലാം കഴിഞ്ഞ് സാരി മാറ്റി നൈറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു. നൈറ്റി ഇട്ടിട്ട് സാരി കൊണ്ട് വെയിലത്ത് ഇട്ടിട്ട് ഞാൻ നേരെ അയൽക്കൂട്ടത്തിനോട്ട് പോയി. എനിക്കിന്ന് അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നിട്ട് ഒരു സ്ഥലത്ത് പോകണം. അതെവിടെ പോയെന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം അയൽക്കൂട്ടം 3 മണിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിന്ന് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച സാങ്കേതിക തടസ്സം കാരണം കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തിട്ട്